ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു iStudio ഓൺലൈൻ. ഞാൻ രാജീവ്. ഇത് ചെറിയൊരു വീഡിയോ ആണ്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നമുക്ക് 5-6 റിക്വസ്റ്റ് പല സമയങ്ങളിലായിട്ട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഗ്രൂപ്പ് ഫോട്ടോസ് എടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന്. ആക്ച്വലി ഗ്രൂപ്പ് ഫോട്ടോസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഒരു പ്രശ്നമല്ല. എനിക്ക് തോന്നുന്നത് മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന സംഭവം ഒരു സബ്ജക്റ്റിനെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള സബ്ജക്ട്സ് ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ ശ്രദ്ധിക്കുന്നത് ഗ്രൂപ്പ് ഫോട്ടോസ് എടുക്കുമ്പോൾ കഴിവതും എല്ലാ ആൾക്കാരെയും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നിർത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോയിൽ ആൾ കൂടുതലാണ്. ഞാൻ അധികം ഗ്രൂപ്പ് ഫോട്ടോസ് എടുക്കുന്ന ഒരാളല്ല, ബേബി ഫോട്ടോസാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഇന്നലെ എനിക്കൊരു ഇതുപോലെ ഫാമിലി പ്ലസ് ബേബി ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുക്കേണ്ടി വന്നു. അപ്പോൾ അതിൽ 1-2 ഫോട്ടോസാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ ഫോട്ടോയിൽ ഏകദേശം എല്ലാവരും സെയിം ലൈനിലാണ് നിൽക്കുന്നത്. അതുപോലെ ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ട് നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോസ് എടുക്കുമ്പോൾ ആൾ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ അപ്പർച്ചർ വാല്യൂ ഇൻക്രീസ് ചെയ്യണം. അതായത് ഒരു നാരോ അപ്പർച്ചർ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതായത് അപ്പർച്ചർ നമ്മൾ വൈഡ് ഓപ്പൺ ചെയ്യരുത്. വൈഡ് ഓപ്പൺ അപ്പർച്ചർ എന്ന് പറയുമ്പോൾ എഫ് സ്റ്റോപ്പ് കുറഞ്ഞിരിക്കുന്നതാണ് വൈഡ് ഓപ്പൺ അപ്പർച്ചർ. എഫ് സ്റ്റോപ്പ് കൂട്ടി വെക്കുവാൻ നമ്മൾ ശ്രമിക്കുക. ഞാൻ ഈ ഷോട്ടിൽ F5 ഓപ്പണിംഗ് ആണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുറച്ചും കൂടെ എഫ് സ്റ്റോപ്പ് ഓപ്പണിംഗ് കൂട്ടിയാലും നല്ലതായിരിക്കും. നമുക്കിപ്പോൾ ഈ ഷൂട്ടിൽ തന്നെ ഏകദേശം 8 പേരുണ്ട്. അപ്പോൾ ഒരു F8 മുകളിലേക്ക് കീപ്പ് ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അതുപോലെ വേറൊരു കാര്യം, നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോസ് എടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 50 mm എബോവ് ഫോക്കൽ ലെങ്ത് ഉള്ള പ്രൈം ലെൻസ് അല്ലെങ്കിൽ അതുപോലുള്ള ലോങ് ലെൻസ് യൂസ് ചെയ്ത് ഗ്രൂപ്പ് ഫോട്ടോസ് എടുക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. അതിന് കാരണം നമ്മളൊരു വൈഡ് ആംഗിൾ ലെൻസ് യൂസ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ആൾക്കാരുടെ മുഖം, അതായത് ഈ ഫോട്ടോനെ നോക്കിയാൽ തന്നെ ചെറിയൊരു ഡിസ്റ്റോർഷൻ നമുക്കുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഫേസിൽ. നടുക്കുള്ള ആൾക്കാരുടെ ഫേസ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷേ സൈഡിലേക്ക് പോകുമ്പോൾ ചെറിയ ഡിസ്റ്റോർഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഫോട്ടോയിൽ ആക്ച്വലി ഞാൻ എൻ്റെ 70-200 mm ലെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ലെൻസിൻ്റെ 50 mm ഫോക്കൽ ലെങ്തിലാണ്, 17-50 mm ലെൻസാണ്, 50 mm ഫോക്കൽ ലെങ്തിലാണ് ഞാനിത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ബ്ലറും കിട്ടും. ഗ്രൂപ്പ് ഫോട്ടോയിൽ നിങ്ങൾ ബേസിക്കലി ശ്രദ്ധിക്കേണ്ടത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആകുമ്പോഴേ ഫോട്ടോയ്ക്ക് കുറച്ചും കൂടെ നല്ലൊരു ഫീല് കിട്ടും. പക്ഷേ അതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് എല്ലാ ആൾക്കാരുടെയും ഫേസ് ഫോക്കസിൽ വരിക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു സെമി സർക്കിൾ ഫോർമേഷനിലൊക്കെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഫോർമേഷനൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ അപ്പർച്ചർ ഓപ്പണിങ് വളരെ നാരോ ആയിട്ട് കീപ്പ് ചെയ്യുക. അതായത് ഒരു സർക്കിൾ ആകുമ്പോൾ സർക്കിളിൻ്റെ 2 എൻഡിലും, അതായത് സെമി സർക്കിൾ ആകുമ്പോൾ ഈ സെമി സർക്കിളിൻ്റെ 2 എൻഡിലും ഉള്ള ആൾക്കാരും അതുപോലെ തന്നെ ജസ്റ്റ് ഞാനൊരു MS പെയിൻറ്റിൽ പോയി ചെറിയൊരു പടം പോലെ വരയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഒരു സെമി സർക്കിളാണ് നമ്മൾ വരയ്ക്കുന്നത്. അതായത് ഇങ്ങനെ നിർത്തി നമ്മൾ ഫോട്ടോസ് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ പോയിന്റിലും അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോയുടെ മിഡിൽ പോർഷൻ, അതായത് ഈ 3 പോയിന്റിലുള്ള ആൾക്കാരും നമുക്ക് ഇൻ ഫോക്കസ് ആയിരിക്കണം. ഈ പോയിന്റ് അതുപോലെ തന്നെ നമ്മുടെ മിഡിൽ പോർഷൻ, ഈ 3 ആൾക്കാരും ഇൻ ഫോക്കസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും ഫോക്കസിൽ കിട്ടും. ഓക്കെ, ഇത് കൂടാതെ നമ്മൾ പല ഫോർമേഷൻസ് ശ്രമിക്കാറുണ്ട്. എങ്കിലും ഇതാണെന്ന് തോന്നുന്നത് ഏറ്റവും കോംപ്ലക്സ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫോർമേഷൻ. എങ്ങനെയുള്ള ഫോർമേഷൻ ആണെങ്കിലും ഏറ്റവും മുൻപിലുള്ള ആളും ഏറ്റവും പുറകിലുള്ള ആളും ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഫോക്കസ്ഡ് ആകും. അതിന് നമ്മൾ ബേസിക്കലി എത്ര ആൾക്കാരുണ്ടെന്ന് നോക്കുക. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ, പക്ഷേ ഇതുപോലുള്ള ഒരു കർവ്ഡ് ലൈനൊക്കെ ആണെങ്കിൽ നല്ലൊരു അപ്പർച്ചർ ഓപ്പണിങ് F11 അല്ലെങ്കിൽ F22 ഒക്കെ കീപ്പ് ചെയ്താലും നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഷോട്ടിനൊക്കെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് നിങ്ങളുടെ ഫോക്കൽ ലെങ്ത് ആണ്, അപ്പർച്ചറാണ്. അപ്പോൾ നല്ലൊരു അപ്പർച്ചർ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി പറയാനുള്ളത്, വേണമെങ്കിൽ 1-2 ഫോട്ടോസിലൂടെ പോകും. ഇത് കുറച്ചും കൂടെ ചെറിയ ഒരു ഷോട്ടാണ്. നമുക്ക് 4 അഡൽട്ട്സേ ഉള്ളൂ ഈ ഫോട്ടോയ്ക്കകത്ത്. എനിക്ക് തോന്നുന്നു അപ്പർച്ചർ ഏകദേശം F5 തന്നെയാണ് ഈ ഷോട്ടിലും. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവരുടെയും ഫേസ് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഫേസിൽ ചെറിയൊരു ഡിസ്റ്റോർഷൻ ഉണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ബേസിക്കലി ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ അപ്പർച്ചർ കൂട്ടാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ഒരു സെമി സർക്കിൾ ഫോർമേഷനൊക്കെ നിങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അപ്പർച്ചർ ഉയർത്തുക. F22, F11 മുകളിലേക്ക് ശ്രമിക്കുക. ഈ സിറ്റുവേഷനിൽ നമ്മുടെ മെയിൻ ഫോക്കസ് എല്ലാവരുടെയും ഫേസ് ഫോക്കസിലായിരിക്കുക എന്നുള്ളതിലായിരിക്കണം. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ അല്ല നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ്, എല്ലാവരുടെ ഫേസ് ഫോക്കസിൽ വരിക എന്നുള്ളതാണ്. പിന്നെ ചെറിയ ഗ്രൂപ്പ്സൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് വൈഡ് ഓപ്പൺ ആയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇത് ചെറിയൊരു
ഫാമിലി പിക്ചറാണ്. ഫാമിലി പിക്ചറിൽ വരുമ്പോൾ നമുക്ക് നോക്കിയാൽ ഞാൻ ഒരു f3.5 ഓപ്പണിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 2 അഡൽട്ട്സ് ഉണ്ട്, കുട്ടികൾ 2 പേരുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3.54 ആ ഒരു ഓപ്പണിങ്ങിന് ഷൂട്ട് ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കിട്ടാനായിട്ട് ഒരു പ്രൈം ലെൻസ്, അത്യാവശ്യം നല്ല ഫോക്കൽ ലെങ്ത് ഉള്ള പ്രൈം ലെൻസ്. ഞാൻ ഈ ഷോട്ടൊക്കെ എൻ്റെ 85mm ലെൻസ് യൂസ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഞാൻ ബേസിക്കലി 2 ലെൻസ് യൂസ് ചെയ്യാറുള്ളൂ. പ്രൊഫഷണൽ ക്വാളിറ്റി ലെൻസൊന്നുമല്ല. 85mm ലെൻസും അതുപോലെ തന്നെ എൻ്റെ 70-50mm ലെൻസുമാണ് യൂസ് ചെയ്യുന്നത്. കൂടുതലും വർക്കിൻ്റെ 80% 85mm ലെൻസിലാണ് ബേബി ഷൂട്ടൊക്കെ വരുമ്പോൾ. പക്ഷേ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് ചില സമയത്ത് എനിക്ക് 70-50mm ലെൻസ് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇത് ഞാനൊരു പാർക്കിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് 85mm എനിക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് പുറകിലേക്ക് ഇറങ്ങി നിന്ന് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എല്ലാ ഫോട്ടോയിലും ഫ്ലാഷ് യൂസ് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ ലൈറ്റ് തന്നെ കീപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ വളരെ പാടായിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഫോട്ടോയിലാണെങ്കിൽ തന്നെ 2 സൈഡിൽ നിന്നും 2 ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ഹൈ സ്പീഡ് സിങ്ക് ഫ്ലാഷാണ്. അപ്പോൾ എനിക്ക് ഷട്ടർ സ്പീഡ് എത്ര വേണമെങ്കിലും ഉയർത്താം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഫ്ലാഷ് ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും ഫോട്ടോസ്. ഫ്ലാഷ് എക്സ്പോഷർ കോമ്പൻസേഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ, നമ്മുടെ വലിയ ഗ്രൂപ്പ് കൂടുന്നതിനനുസരിച്ച് അപ്പർച്ചർ വാല്യൂ f11 മുകളിലേക്ക് ഷൂട്ട് ചെയ്യുക. ചെറിയ ഗ്രൂപ്പ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള അപ്പർച്ചർ വാല്യൂ കീപ്പ് ചെയ്യുക. അതുപോലെ സെമി സർക്കിൾ പോലെയൊക്കെയുള്ള ഫോർമേഷൻ ആണെങ്കിൽ മീൻസ് നമ്മൾ ആ ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് പീപ്പിളിൻ്റെ അല്ലാതെ കുറച്ചും കൂടെ അപ്പർച്ചർ വാല്യൂ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ ചെറിയ ഫാമിലി ഫോട്ടോസൊക്കെ നമുക്ക് ഡെപ്ത് ഓഫ് ഫീൽഡ് കൂട്ടി നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാം. പിന്നെ ലാസ്റ്റായിട്ട് പറഞ്ഞത് ഫ്ലാഷിൻ്റെ കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വൈഡ് ലെൻസിനെക്കാട്ടും നല്ലത് ഗ്രൂപ്പ് ഫോട്ടോകൾക്ക് ഒരു ലോങ് ലെൻസാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എല്ലാ ആൾക്കാരുടെയും ഫേസ് നല്ല രീതിയിൽ നമുക്ക് കിട്ടണമെങ്കിൽ ലോങ് ലെൻസ് ആണെങ്കിലാണ് ബെറ്റർ. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇതുപോലെ 70-50mm ലെൻസൊക്കെ ആണെങ്കിൽ 50mm ഓപ്പണിങ്ങിൽ ഷൂട്ട് ചെയ്താൽ കുറച്ച് നല്ല ഫേസൊക്കെ നല്ല രീതിയിൽ കിട്ടും. എങ്കിലും എൻ്റെ ഒരു റെക്കമെൻഡേഷൻ 85mm എബോവിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ 70-200mm ലെൻസ് ആണെങ്കിൽ 70mm ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഗ്രൂപ്പിനെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ചെറിയ ടിപ്സും കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ. അപ്പോൾ ഈ വീഡിയോ ചെയ്തത് നമ്മുടെ ഈ റിക്വസ്റ്റ് ചെയ്ത പല ആൾക്കാർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. iStudio ഓൺലൈൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ എല്ലാവർക്കും നന്ദി. നമ്മൾ ഓൾമോസ്റ്റ് 9000 സബ്സ്ക്രൈബേഴ്സായി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫോട്ടോഗ്രാഫി, ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം മുതലായവ ഇവിടെ ട്യൂട്ടോറിയൽസ്, ടിപ്സ് ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.